ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ് 2.0 സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ന്യൂ ഇയർ ഫോർ ആൾ മൈ ഡിയർ PSC ആസ്പിരൻസ്. അതായത് നമ്മളെ ഫോളോ ചെയ്യുന്ന എല്ലാ PSC ആസ്പിരൻസിനും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൻ്റെ പുതുവത്സര ആശംസകൾ. 2025 നടക്കാൻ ധാരാളം എക്സാമുകളുണ്ട്. ആ പരീക്ഷകളെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് വൃത്തിയായിട്ട് പഠിക്കുക. 2025 തന്നെ നിങ്ങൾ എഴുതുന്ന എക്സാംസിനെല്ലാം നിങ്ങൾക്ക് നല്ല ഹൈ സ്കോറും ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നമ്മുടെ ആദ്യഘട്ട പ്രിലിമിനറി ലെവൽ എക്സാമിനേഷൻ 28-ാം തീയതി 10th പ്രിലിംസ് നടക്കുകയുണ്ടായി. അതിൻ്റെ അനുബന്ധ വസ്തുതകളുമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്ന് ചെയ്യുന്നത്. അതിൽ നമ്മൾ നൊബേൽ പുരസ്കാരത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു അല്ലേ? ആ ക്വസ്റ്റ്യൻ അത് നമ്മൾ ഓൾറെഡി ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൽ നൊബേൽ പുരസ്കാരം 2024 എല്ലാം ചെയ്തിട്ടിരിക്കുന്നതാണ്. ആ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് ആ ക്ലാസ് കാണുക. നൊബേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു ക്വസ്റ്റ്യൻ 2, 3, 4 ഘട്ട പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ ആ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, പ്രസ്താവന ടൈപ്പിൽ വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ക്ലാസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫസ്റ്റ് പ്രിലിമിനറി സ്റ്റേജ് 1 എക്സാമിനേഷന് ഈ ക്വസ്റ്റ്യൻ തെറ്റിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപക്ഷെ ആ ഒരു ക്ലാസ് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നിയേക്കാം. കാരണം ഞാൻ പറഞ്ഞ എല്ലാ പോയിൻസും കറക്റ്റായിട്ട് നിരത്തി എഴുതിയാണ് ഇതിനകത്ത് പ്രസ്താവന ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം അത് നിങ്ങൾ മിസ്സാക്കിയവർ, എനിക്ക് എന്താ പറയണേ, കഷ്ടമുണ്ട്. കാരണം ഞാൻ ഓൾറെഡി പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 150 ടോപ്പിക്സ് എന്ന് പറഞ്ഞൊരു സീരീസ് അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല, നിർത്തിയേക്കുന്നതാണ്. അതിനകത്ത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയത്. അത് ഫോളോ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യവും കൂടി പറഞ്ഞോട്ടെ. 2025 ജനുവരിയിൽ ഇനിയിപ്പോൾ നമുക്ക് നടക്കാൻ പോകുന്ന 2 പ്രധാനപ്പെട്ട പരീക്ഷകളാണ് ഏതൊക്കെ? 10th ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷൻ്റെ സ്റ്റേജ് 2ഉം സ്റ്റേജ് 3ഉം അല്ലേ? അപ്പോൾ ഈ 2 പരീക്ഷയും ഈ ജനുവരിയിൽ നടക്കുന്നതാണ്. 4ാം ഘട്ട പരീക്ഷ ഫെബ്രുവരിയിലായിരിക്കും. ജനുവരി 11 ശനിയാഴ്ചയാണ് 2ാം ഘട്ട പരീക്ഷ നടക്കുന്നത്. 3ാം ഘട്ടം നടക്കുന്നത് ജനുവരി 25-നുമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം എക്സാംസ് അല്ലേ? അസിസ്റ്റൻ്റ് സെയിൽസ്മാന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, ഇതെല്ലാം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. അതായത് എത്ര വേക്കൻസി എന്ന് കറക്റ്റായിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല. പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് നമ്മളതിനെ പറയാം. അവിടെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, ദെൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ഇതെല്ലാം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ചിലത് ഡിസ്ട്രിക്ട് വൈസ് വരുന്നുണ്ട്, ചിലത് സ്റ്റേറ്റ് വൈഡായിട്ടും വരുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണേലും നമുക്കിത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും വന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നമുക്കറിയാം, PSCയെ സംബന്ധിച്ച്, കേരള PSCയെ സംബന്ധിച്ച് ഒരു ഗ്ലാമർ പോസ്റ്റാണ് ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ എഫർട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വലിയ എന്താ പറയുന്ന, കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, വൃത്തിക്ക് പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റും. അതുപോലെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസർ, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഓഫീസർ, കേരള PSC, വിജിലൻസ് ട്രിബ്യൂണൽ എന്നിവയിലേക്കൊക്കെയുള്ള നിയമനത്തിന് വേണ്ടി നടത്തുന്ന ഒരു പരീക്ഷയാണ് ഇതെന്ന് പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്. അപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്, വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. അപ്പോൾ നമുക്കൊരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഗ്ലാമറസ് പദവിയും കൂടിയാണെന്നുണ്ടെങ്കിൽ വി എൻജോയ് ഇറ്റ് എ ലോട്ട് അല്ലേ? അങ്ങനെയാണല്ലോ. അപ്പോൾ പക്ഷേ ഇതൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കാതെ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേറൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു, ഈ നൊബേൽ സമ്മാനത്തിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഉണ്ടല്ലോ, ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അത് നോക്കിയേക്കുക. അതുപോലെ തന്നെ നമ്മൾ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ ക്ലാസ് ജനുവരി 6 തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. 1 ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷേ പിള്ളേരുടെ എൻക്വയറി വരുന്നതനുസരിച്ച് ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ 6-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാം, തിങ്കളാഴ്ച. അപ്പോൾ നമ്മൾ 6-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, ജനുവരി 5-നുള്ളിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും
3500 രൂപ ടോട്ടൽ ഫീസ് വരുന്നുള്ളൂ, അല്ലെങ്കിൽ 3996, അതായത് 400 സംതിങ് റുപ്പീസിൻ്റെ ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് കോഴ്സ് ജനുവരി 5-ന് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും. അതുപോലെ തന്നെ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ് നമ്മൾ വെള്ളിയാഴ്ച തുടങ്ങുവാണ്. അതും നിങ്ങൾ ജനുവരി 5-ന് മുമ്പ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 മാസത്തെ കോഴ്സിന് വെറും 1000 രൂപയെ ഫീസ് വരുന്നുള്ളൂ. അത് 6 മാസം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക, 1000 രൂപ ഒരു മാസം നിങ്ങൾക്ക് 160 രൂപയെ ആകെ ഫീസ് വരുന്നുള്ളൂ. ആര് തരും ഇങ്ങനെ ക്ലാസ് എന്ന് ചിന്തിച്ച് വയ്ക്കുക. എൻ്റെ ക്ലാസ് കൊള്ളത്തില്ലായിട്ടല്ല അത് കൊടുക്കുന്നത്. എപ്പോഴും പറഞ്ഞു, ഞാൻ പിള്ളേരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഫീസ് കുറച്ച് വാങ്ങുന്നത്. അപ്പം ജനുവരി 5 കഴിഞ്ഞാൽ അതിൻ്റെ ഫീസ് 2000 ആവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു ഓഫർ പീരീഡാണ്, ന്യൂ ഇയർ ഓഫറാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ നമ്മുടെ ബുക്കുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ, കിട്ടിയവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതിൻ്റെ ക്ലാസ്സും ജനുവരി 6 മുതൽ സ്റ്റാർട്ട് ചെയ്യും. സോ ജനുവരി 5-ന് മുമ്പ് ബുക്ക് വാങ്ങുന്ന എല്ലാവർക്കും ബുക്കിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലാസ്സും ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ക്ലാസ്സും 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എക്സാമിനേഷന് യൂസ്ഫുൾ ആകുന്ന ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ക്ലാസ്സും ഫ്രീ ആയിട്ട് നൽകുവാണ്. ഇതൊക്കെ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറായിട്ട് തരുന്നതാണ്. സോ ആവശ്യക്കാർക്ക് ഇതെല്ലാം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 8086137962 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. പിന്നെ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരട്ടെ. നൊബേൽ സമ്മാനത്തിൻ്റെ ക്ലാസ്, 2024 നൊബേൽ പുരസ്കാരത്തിൻ്റെ ക്ലാസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇതും കൂടി പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ഇതൊരു ക്ലാസ് പ്ലസ് ബാക്കി അവയർനെസ് എന്നുള്ള രീതിയിൽ തന്നതാണ്. പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നൊക്കെ ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കാറുണ്ട്. അതിന് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടാം കേട്ടോ, അപ്പോൾ അത് വാച്ച് ചെയ്യുക. അപ്പം ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്, അല്ലെങ്കിൽ ഇപ്പം പഠിക്കേണ്ട ടോപ്പിക്കാണ് ഈ നൊബേൽ പുരസ്കാരം. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടപ്പുണ്ട്, മറക്കാതെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക്